ഹലോ ഹായ് നമുക്ക് ഇന്നൊരു അയല നിർവ്വാണം ഉണ്ടാക്കിയാലോ. കുറച്ചധികം അയല കിട്ടിയേ, അപ്പോഴേ ഞാൻ അതിൽ നിന്നൊരു 4 എടുത്ത് നിർവ്വാണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. എന്നാൽ ഒരു വെറൈറ്റി ആയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പെരിഞ്ചീരകം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു ലെമണിൻ്റെ പകുതി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് അയല നമ്മൾ പൊരിക്കാനൊക്കെ വരഞ്ഞു വയ്ക്കില്ലേ, അതുപോലെ വരഞ്ഞു വെച്ച് ഈ മസാലകളെല്ലാം കൂടെ അതിൽ മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കണം. അപ്പോഴേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങയുടെ പാലും എടുത്ത് മാറ്റി വെച്ച് ഒരു സവാള, ഞാൻ സവാളയാണ് എടുത്തത്, ചെറുള്ളി വേണമെങ്കിൽ ചെറുള്ളി എടുക്കാം, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 2-3 വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ചോപ്പറിലിട്ട് വലിച്ച് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ അയല ഇരുന്നില്ലേ, അതിനൊന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കണം. നല്ല ഫ്രൈ ആവണ്ട, ജസ്റ്റ് 2 സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കണം. എന്നിട്ട് ആ മാറ്റി വെച്ച എണ്ണയിൽ തന്നെ നമ്മൾ ഈ ചോപ്പറിലിട്ട് ഇതാക്കി വെച്ചില്ലേ, ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ, അതെല്ലാം കൂടെ അതിലിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം. നല്ല പോലെ വഴറ്റിയെടുത്ത് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പൊടികളെല്ലാം കൂടെ അതിലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നല്ല പോലെ മസാലയാക്കി എടുത്ത് വയ്ക്കണം. എന്നിട്ട് 2 കഷ്ണം വാഴയില എടുക്കണേ. അതിൽ ഒരു കഷ്ണം വാഴയില നമ്മൾ ഇതുണ്ടാക്കാൻ പോകുന്ന പാത്രത്തിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് ഈ കുറച്ച് മസാലയും അതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഈ മീനിനെയും കൂടെ എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ബാക്കി മസാലയും കൂടെ അതിൻ്റെ മുകളിലിട്ട് എല്ലാം അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ബാക്കി തേങ്ങാപ്പാലും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുലുക്കുക, ഒരുപാടങ്ങ് കുലുക്കുകയൊന്നും ചെയ്യരുത്. പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം മറ്റേ വാഴയിലയും കൂടെ അതിൻ്റെ മുകളിലത്ത് വെച്ച് അടച്ചു കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ട് അടുപ്പത്ത് വയ്ക്കണം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളതിനെ എടുത്ത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിൽ തേങ്ങാപ്പാലിൽ അയലയെല്ലാം നല്ല വൃത്തി പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഇത് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പക്ഷേ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുമല്ലോ.